നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നവരാണോ? പക്ഷേ പലപ്പോഴും അത് ലൈഫിൽ ഉദ്ദേശിച്ച പോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാറുണ്ടോ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യനും എല്ലാ സമയത്തും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു അവസ്ഥയല്ല ഹാപ്പിനെസ് എന്ന് വെച്ചാൽ. പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അത് നമ്മൾ അതിജീവിച്ച് പോകുന്ന ഒരു റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്കൊരു സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓക്കെ ആവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് ഒപ്പിച്ച് വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്കി, എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്? അല്ലെങ്കിൽ ആരിലൂടെയൊക്കെയാണ് നമ്മൾ ഹാപ്പി ആകുന്നത്? പ്രത്യേകമായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത പാർട്ട്നേഴ്സ്, പാരൻസ്, കുട്ടികൾ, ഫ്രണ്ട്സ്, ഇവരെല്ലാവരും നമ്മളെ എപ്പോഴും സ്നേഹിക്കണം, നമ്മൾ പറഞ്ഞത് അനുസരിക്കണം, നമ്മളെ കെയർ ചെയ്യണം. അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ നടക്കണം. നാട്ടുകാരും ബന്ധുക്കളും നമ്മളെ കുറിച്ച് നല്ലത് മാത്രം മനസ്സിലാക്കാനും പറയുകയും ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ പല വ്യക്തികളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് സന്തോഷം എന്ന് പറയുമ്പോൾ മക്കളിലൂടെയാണ്, ഹസ്ബൻഡിലൂടെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അപ്പോൾ അവർ വിജയിച്ച് കാണുമ്പോൾ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരാണ് ജീവിക്കുക? ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എത്ര ആരോഗ്യമുണ്ട് അത്രമേൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അത് തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നു, സമാധാനപരമായിട്ടിരിക്കുന്നു, അത്രയും നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ബാക്ക് പെയിന്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഷുഗർ, അതിന് പുറകിലൊക്കെ നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഹോർമോണുകളും മറ്റുള്ള മെൻ്റൽ സ്ട്രെസ്സ് ഒരുപാട് ഇങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആരോഗ്യവും സന്തോഷവും നമ്മളുടെ കൈകളിലാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നമ്മൾ കൂടിയാണ്. അപ്പോൾ എന്നാണ് ഇനി നമ്മൾ അംഗീകരിച്ച് തുടങ്ങുന്നത്? കൂടെയുള്ളവരൊന്നും നമ്മളെ അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മളുണ്ട് നമ്മളുടെ കൂടെ. ജനനം മുതൽ മരണം വരെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ കൂടെ. ആ ഒരു വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ആ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉറപ്പിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് കൂടെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുത്തു തുടങ്ങും. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ആകെ മാറ്റാൻ പറ്റുന്നത് നമ്മളുടെ ചിന്തകളെ മാത്രമാണ്. അവരങ്ങനെ ചെയ്തോട്ടെ, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അവരുടെ ആ സാഹചര്യം കൊണ്ടോ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ മാത്രമായിരിക്കാം. നമ്മളുടെ ഇമോഷൻസിന് നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയം മുതലാണ് ഏത് പ്രതിസന്ധിയിലും നമുക്കൊരു ഏവറേജ് ലെവലിൽ ഹാപ്പിനെസ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓർക്കുക, നമ്മളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ സന്തോഷത്തിൻ്റെയും ഉത്തരവാദി. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.